ഹായ് നമസ്കാരം. പിന്നെ ഇന്ന് നമ്മളുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂരിൽ നിന്ന് ഇളനീർ വെപ്പാണ്. അപ്പോൾ ഇളനീർ വെപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചങ്ങായിമാരെല്ലാവരും കൂടി കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. ചെല്ലുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു തിരക്കുണ്ട്. എന്നാൽ കൂടെ പിന്നെ ഇപ്പോൾ ക്ഷേത്രം ദർശനത്തിനായി ആ ഒരു അമ്പലം ചുറ്റുന്നില്ല. അപ്പോൾ ഇളനീർ വെപ്പിന് ടൈമായി. അപ്പോൾ ഇളനീർ കൊണ്ടുവരുന്നുണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇളനീർ കൊണ്ടുവരുന്ന സമയത്ത് താഴെ നിന്ന് ആ പൂജ ചെയ്യുന്ന ആൾ അവർ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചം കാണിച്ചു കൊടുത്താണ് അവരെ ഈ ഇളനീർ വെക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അതൊരു ചടങ്ങാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. വ്യക്തരൊന്നും അറിയില്ല, എന്നാലും അത് ചടങ്ങാൻ തോന്നുന്നു. ഏകദേശം എത്തിപ്പോയി. ഇക്കൊല്ലം ഏകദേശം കുറേ ആളുണ്ട്. നമ്മൾ പുറത്ത് വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറേ ആൾ വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓങ്കാരെല്ലാം മുഴങ്ങിയിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിൽ ജനങ്ങളാണ് ഉള്ളത് ഏകദേശം. അപ്പോൾ ചുറ്റും ആൾ നിന്നിട്ടുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഇളനീർ വെപ്പ് തുടങ്ങിക്കഴിഞ്ഞ്. ഞാൻ എത്രയോ ദൂരെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. എന്തായാലും ക്ഷമിക്കുക. ഞാൻ പരമാവധി വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ വള്ളിയേഴ്സ് എല്ലാവരും കയ്യെല്ലാം കെട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ചും കൂടി അടുത്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കാണിച്ചതാ. അപ്പോഴേക്കും മഴ പെയ്ത ശേഷം വീഡിയോൻ്റെ ലെൻസിന് കുറച്ച് വെള്ളലായിട്ടുണ്ട്. കുറച്ചും കൂടി അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്യാൻ നോക്കിയതാണ്. അത് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൽ ഇറങ്ങി വരുന്നുണ്ട്. ഇളനീർ എടുത്തിട്ട് വരുന്നുണ്ട്. ചെന്നൈയും കൂടി ഉണ്ട് ഒന്നിച്ച്. ഇളനീർ കൊണ്ടുവരുന്ന കാഴ്ച ഉണ്ടോ? കുറേ ആളുണ്ട് കേട്ടോ. ഇളനീർ കൊണ്ടുവരുന്ന കുറേ ആളുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ചെന്നൈമാർ വരുന്നത്. ചന്ദ്രേട്ടൻ, പിന്നെ പ്രണവ്, സുമേഷേട്ടൻ, വിഷ്ണു, ദിഗോട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കൂടെയായി കുറച്ച് മുന്നോട്ടേക്ക് യാത്ര. അവിടുന്ന് ഞാൻ ദിഗോട്ടനെ കൂടിയിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നോക്കുകൊണ്ട് എൻ്റെ ചങ്ങായി സോബിഷ് എന്നെ പുറകെ നിന്ന് തോണ്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. ദിഗോട്ടിന് പരിചയക്കാരതല്ല കേട്ടോ.
ആൾക്കാരെല്ലാം എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ സ്റ്റിക്കൽ പിടിച്ച് പോകുമ്പോൾ ക്യാമറൻ്റെ സ്റ്റിക്കൽ പിടിച്ച് പോകുമ്പോൾ എന്നെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ചും കൂടി അടുത്ത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. എൻ്റെ പുറകിൽ സ്റ്റെപ്പിന് വരെ കുറേ ആൾക്കാർ വന്നിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ സംഭവം നടന്നിട്ടാ. ഞാൻ ക്യാമറ വെറുതെ ഒന്ന് തിരിച്ച് നോക്കിയതട്ടാ. അങ്ങനെയുണ്ട് അത് അമ്മച്ചി തല ചുറ്റി വീണോന്നൊന്നും അറിയില്ല, എങ്ങനെയെന്നറിയില്ല, വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയിട്ട് ഞാൻ എത്ര ദൂരെയാണുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അമ്മച്ചിക്ക് വേറൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാനുള്ളൊരു മൂടും പോയി.